ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. ഇതിൽ ചില കാർഡ്സിൽ ഒന്നിലധികം മെസ്സേജസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് എടുത്ത് ബാക്കി വിട്ടേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള കഴിവ് നിങ്ങളിലുണ്ട്. നിങ്ങളിൽ ഒരു അധ്യാപിക, മെൻറ്റർ, മോട്ടിവേഷണൽ സ്പീക്കർ ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ജോലിയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഹായിക്കുന്നു. നിങ്ങൾ ഇതൊന്നും ഇതുവരെയായി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളെ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി തരാൻ വേണ്ടി യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജായി കണക്കാക്കുക. ഈ ഒരു കഴിവ് പണം സമ്പാദിക്കുവാനായി നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. പലകുറി നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഇനി വൈകിക്കേണ്ട. ഈ മെസ്സേജ് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, പഠിപ്പിക്കുക, ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ശക്തി. നിങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ നിശബ്ദതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നിശബ്ദത ഒരു ശക്തമായ ഉപകരണമാണ്. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കിടുന്നത് അപകടകരമാണ്. കാരണം എല്ലാവരും പുറമേ കാണുന്നത്ര വിശ്വസനീയരല്ല. ഈ സൈലൻസ് എന്ന കാർഡ് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയി ലഭിച്ച കാർഡാണ്. അപ്പോൾ എന്തു കാര്യവും ഉടനടി മറ്റുള്ളവരുമായി ചൂടോടെ ഷെയർ ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്വഭാവം മാറ്റുക. ഇത് ഒരു മെസ്സേജ്. ഇനി വേറൊരു വിഭാഗം ആളുകൾക്കുള്ള മെസ്സേജ് കൂടി നോക്കാം. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെടുത്ത് ബാക്കി വിട്ടേക്കുക. മൗനം പവിത്രമാണെങ്കിലും ദീർഘനേരം മറ്റുള്ളവരോട് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ ഒറ്റപ്പെടലായി മാറിയേക്കാം. ഈ കാർഡ് നിങ്ങളുടെ ഒരു വീക്ക്നെസ്സിനെ പ്രതിനിധീകരിച്ച് വരികയാണെങ്കിൽ വൈകാരികമായ പിൻവാങ്ങൽ, പറയാത്ത സത്യങ്ങൾ അല്ലെങ്കിൽ ദുർബലതയെക്കുറിച്ചുള്ള ഭയം എന്നിവയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ നിശബ്ദതയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതോ തെറ്റിദ്ധരിക്കപ്പെടുന്നതോ ആകാം. ആത്മപരിശോധനയും നിങ്ങളുടെ റിലേഷൻഷിപ്പും ബാലൻസിൽ കൊണ്ടുവരിക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിശബ്ദത പലർക്കും ഒരു തടവറ ആയിട്ടാണ് തോന്നുന്നുണ്ടായിരിക്കുക. ഇതിലേത് മെസ്സേജാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ റെസനേറ്റ് ആയി വരുന്നത് എന്നത് നോക്കി അത് മാത്രം എടുക്കുക, ബാക്കി വിട്ടേക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായോ മറ്റോ അല്ലെങ്കിൽ പണം സംബന്ധമായോ ഒരു യാത്ര ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത് തന്നെ ഉണ്ടാകും. ഇല്ലെങ്കിൽ ദിവസവും ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതിനും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇവിടുത്തെ മെസ്സേജ് നോക്കാം. വിചാരിച്ചതിലും നേരത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങാൻ തുടങ്ങുമെന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ കാർഡ്. യാത്ര, ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഷിപ്പിംഗ് പോലുള്ള ഗതാഗത മേഖലയിലെ ഒരു കരിയർ നിങ്ങൾക്കടുത്ത് തന്നെ ലഭിക്കുകയോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മേഖലയിലായിരിക്കാം നിങ്ങൾക്ക് ജോലി. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ തന്നെ സ്റ്റക്കായിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ സോൾ, അതായത് ആത്മാവ്, യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിലോ ആലങ്കാരികമായോ ചലനത്തിലേക്കുള്ള ശക്തമായ ക്ഷണമാണിത്. പുതിയ ദിശകൾ, യാത്ര അല്ലെങ്കിൽ കാഴ്ചപ്പാടിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് ട്രാൻസ്പോർട്ടർ എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. മാറ്റം സ്വീകരിക്കാനും അപരിചിതമായ വഴികൾ പര്യവേക്ഷണം ചെയ്യാനും യാത്രയിൽ വിശ്വസിക്കാനും നിങ്ങളെ വിളിക്കുന്നു. അത് കരിയർ ആയാലും ആത്മീയ ഉണർവായാലും ഒരു ഭൗതിക സ്ഥലമാറ്റമായാലും അവസരം ലഭിക്കുന്നത് നിങ്ങളുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആക്ഷനിലൂടെയാണ് എന്ന് മാത്രം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ ഒരു പദ്ധതി പ്രപഞ്ചം നിങ്ങൾക്കായി കരുതി വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രകൃതിയുമായി, പ്രപഞ്ചവുമായി കൂടുതൽ സമയം ചെലവഴിക്കുക.
പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൂടുതലായും ഉപയോഗിക്കുക. നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്താനും ശാന്തമാക്കുവാനും പ്രകൃതി നിങ്ങളെ സഹായിക്കും. ഈ കാർഡ് ഒരു ത്രെറ്റായി വരുന്നത് കൗതുകകരമാണ്. പ്രകൃതിയിൽ നിന്നുള്ള വിച്ഛേദനം, ലൗകിക കാര്യങ്ങളിൽ അമിതമായ വ്യാപൃതത്വം അല്ലെങ്കിൽ ആത്മീയ അടിത്തറയെ അവഗണിക്കൽ എന്നിവ ഇതിന് കാരണമാകാം. കാലത്തിൻ്റെ തിരക്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോയേക്കാം. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഹീലിംഗ്, പ്രകൃതിയുടെ താളം, പ്രകൃതിയുടെ വില, പ്രകൃതിയിലെ വിഭവങ്ങൾ നിങ്ങൾ മറന്നുപോകുന്നു. മനഃപൂർവ്വമല്ലെങ്കിലും അതാണ് വാസ്തവം. ലാളിത്യത്തിലേക്ക് മടങ്ങാനും പ്രകൃതി എന്ന ലോകത്തിൻ്റെ മർമ്മരങ്ങൾ കേൾക്കാനും വിശ്രമത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും ശക്തിയെ ബഹുമാനിക്കാനുമുള്ള ഒരു സൗമ്യമായ മുന്നറിയിപ്പാണിത്. കൊടുങ്കാറ്റിനെ ചെറുക്കാൻ ഏറ്റവും ശക്തമായ മരം പോലും ആഴത്തിൽ വേരുറപ്പിക്കണം. റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ വേരുകളിലേക്ക് മടങ്ങുക. നിങ്ങളുടെ അടിത്തറ വീണ്ടെടുക്കുക. ഈ സ്പ്രെഡ് നിങ്ങൾക്ക് ഒരു കണ്ണാടിയായി പ്രവർത്തിക്കട്ടെ. പ്രതിഫലിപ്പിക്കുക, പുനഃക്രമീകരിക്കുക, ഉയർത്തെഴുന്നേൽക്കുക. താങ്ക് യു ഡിയേഴ്സ്.